ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് യാതൊരു ചിലവും ഇല്ലാതെ ബോട്ടിലിൽ എങ്ങനെ ഒരു ഡെക്കോപേജ് ആർട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പം കൊറോണ ആയതുകൊണ്ട് എല്ലാവരും വീടിൻ്റെ അകത്ത് തന്നെ അടച്ചുപൂട്ടിയിരിക്കുകയാണല്ലോ. ഇപ്പോൾ ക്രാഫ്റ്റിൻ്റെ ഷോപ്പുകളും അങ്ങനത്തെ ഷോപ്പുകളൊക്കെ ഇപ്പം ക്ലോസ്ഡുമാണ്. അപ്പം നമുക്ക് ഈ ക്രാഫ്റ്റിനോടൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് വീട്ടിലിപ്പോൾ കുറച്ച് അത്യാവശ്യം ഫ്രീ ടൈമൊക്കെ ഉണ്ടല്ലോ. അപ്പം നമുക്ക് വീട്ടിലുള്ള 1-2 സാധനങ്ങൾ തന്നെ യൂസ് ചെയ്തിട്ട് ഡെക്കോപേജ് ആർട്ട് ചെയ്താലോ. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിവിടെ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇത് വൈറ്റ് ആക്രിലിക് കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഒരു 2 കോട്ട് അടിച്ചിട്ടുണ്ട്. അപ്പോഴാണ് അതിനൊരു കറക്റ്റ് ഒരു ഇത് കിട്ടുക, ഒരു നല്ല ഒരു ഫിനിഷിങ് കിട്ടുന്നത്. പിന്നെ ഞാൻ ഈ വൈറ്റിൽ കുറച്ച് റെഡ് ആഡ് ചെയ്തിട്ട് ഒരു പിങ്ക് കളറാക്കിയിട്ട് ഞാൻ ഇതുപോലെ സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് സ്പഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു നല്ലൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മോളുടെ പഴയ ഒരു ഉടുപ്പിൻ്റെ ഒരു പീസാണ്. ഒരു വൈറ്റിൽ ഇങ്ങനെ പിങ്ക് പൂക്കളും കുറച്ച് ബട്ടർഫ്ലൈസ് ഒക്കെ ഉള്ള ഒരു നല്ലൊരു മെറ്റീരിയലാണ്. പക്ഷേ കുറച്ചൊരു പഴയതാണിത്. അപ്പോൾ അതിനൊരു ചെറുതായിട്ട് ആ വൈറ്റ് കളറൊന്ന് ഫെയ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാതെക്കാൻ വേണ്ടിയും കൂടെയാണ് ഞാൻ ഈ ഒരു പിങ്ക് ഫുള്ളായിട്ട് ഒരു എഫക്റ്റ് കൊടുത്തത് ബോട്ടിൽ. വൈറ്റ് പ്യുവർ വൈറ്റ് ആകുമ്പം അതുമായിട്ട് മനസ്സിലാവുമായിരുന്നു, പക്ഷേ ചെറുതായിട്ടൊന്ന് ഫെയ്ഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ അതിലുള്ള പൂക്കളും കുറച്ച് ബട്ടർഫ്ലൈസൊക്കെ ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഫെവിക്കോളും വെള്ളവും കൂടെ ഒന്ന് മിക്സ് ചെയ്യാണ്. 2 സ്പൂൺ ഫെവിക്കോളും 1 സ്പൂൺ വെള്ളം, അങ്ങനെ ആ ഒരു 2:1 എന്നുള്ള ആ ഒരു റേഷ്യോയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഈ വെട്ടിയെടുത്തിട്ടുള്ള പിക്ചേഴ്സ് എവിടെയാണ് ഒട്ടിക്കേണ്ടതെന്ന് ആദ്യം ജസ്റ്റ് ഒന്ന് ബോട്ടിൽ നമ്മളൊന്ന് വെച്ചിട്ടൊന്ന് നോക്കുക. അതിനുശേഷം നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ കുറച്ച് ഈ ഒരു ഗം ഒന്ന് ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ വെട്ടിയെടുത്തിട്ടുള്ള ആ ഒരു പീസില്ലേ അതൊന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇത് ഞാൻ കോട്ടൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്, പ്യുവർ കോട്ടൺ. പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും കോട്ടൺ ആയാലും ഒക്കെ. അപ്പം ഞാൻ താഴെ ഭാഗമൊക്കെ നമ്മൾ ആ പിക്ചർ പഴയ ഡ്രസ്സിൽ നിന്ന് വെട്ടിയെടുത്തല്ലേ, അപ്പോൾ താഴെ ഭാഗം ഫുള്ളായിട്ടുള്ളൊരു ഡിസൈൻ ഇല്ല, കുറച്ച് ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്തുള്ളതൊക്കെ ഞാൻ ബോട്ടിലിൻ്റെ താഴെ ആക്കിയിട്ട് ഇങ്ങനെ ഒട്ടിക്കുകയാണ്. ഫുള്ളായിട്ട് അവിടെ ഡിസൈൻ ഇല്ല, ഹാഫായിട്ടുള്ളതാണ്. അപ്പോൾ അത് ഞാൻ താഴെ ഫുള്ള് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഫുള്ളായിട്ടുള്ള ആ ഒരു പിക്ചേഴ്സൊക്കെ ഞാൻ ഇതേപോലെ ബോട്ടിൽ നടുക്കൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. അത് ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചെടുത്താൽ മതി. ഏത് ഭാഗത്താണോ ഗമ്മില്ലാത്ത അവിടെ കുറച്ചും കൂടി ഒന്ന് ഗമ്മി വെച്ചിട്ടൊന്ന് ജസ്റ്റായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്താൽ മതി. ചുളിവുകളില്ലാതെ ഒന്ന് ഒട്ടിച്ചെടുക്കണം, അതാണ് ഇവിടെ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ചുളിവൊക്കെ വരുമ്പോൾ ഒന്ന് നീറ്റാക്കി എടുക്കുക. ഒട്ടിക്കുന്നതൊക്കെ നിങ്ങളുടെ ആ ഒരു ഐഡിയക്ക് അനുസരിച്ച് ഒട്ടിച്ചാൽ മതി. ഇനി ചെറിയ ചെറിയ പൂക്കളാണെങ്കിൽ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മളുടെ ഐഡിയക്ക് അനുസരിച്ച് ഒട്ടിച്ചെടുത്താൽ മതി. ഏത് കളറായാലും ഒക്കെ ഒട്ടിക്കാം. ആ ഒരു മെറ്റീരിയലിൽ നമുക്ക് മാച്ച് ചെയ്യണമെന്നേ ഉള്ളൂ. ആ ഒരു ബോട്ടിലായിട്ട് മെറ്റീരിയൽ ആ കളറുമായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഞാൻ ബോട്ടിൽ ചെയ്ത പോലെ മെറ്റീരിയലിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെ ചെറുതായിട്ട് ബോട്ടിൽ ഇങ്ങനെ ഒരു എഫക്റ്റ് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാൻ അതിലുള്ള കുറച്ച് ബട്ടർഫ്ലൈസും എല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഗമ്മില്ലേ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അത് ഫുള്ളായിട്ട് നമ്മൾ നേരത്തെ ഒട്ടിച്ചിട്ടുള്ള എല്ലാ പീസിൻ്റെ മേലെ കൂടെ ഒരു കോട്ടൊന്ന് അടിക്കുക. എല്ലാ ഭാഗത്തും ഒട്ടിക്കുമ്പം എവിടെയെങ്കിലും ഭാഗം ശരിക്കും ഒട്ടിയിട്ടില്ലെങ്കിൽ അവിടെയും കൂടെ ഒന്ന് ശരിക്കും ഫിക്സ് ആയിക്കോളും. ഇങ്ങനെ മേലെയും കൂടെ ഒരു കോട്ട് കൊടുക്കുന്നതുകൊണ്ട് പിന്നെ അതിന് ഇളകി പോവുകയില്ല. അപ്പോൾ നമ്മളുടെ ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്, കോട്ടൻ്റെ ആ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതേപോലെ വേറൊരു ബോട്ടിലും കൂടെ ചെയ്യാം. ഞാൻ യെല്ലോ കളർ ആക്രിലിക് കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ബോട്ടിൽ ഒരു 2 കോട്ട് അടിച്ചപ്പോൾ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ബോട്ടിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് പോളിസ്റ്ററിൻ്റെ മെറ്റീരിയലാണ്. ഒരു പഴയ ഷോളിൽ നിന്ന് ഞാൻ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങനത്തെ ഡെക്കോപേജൊക്കെ ചെയ്യുമ്പോൾ ബോട്ടിൽ 2 കോട്ടൊക്കെ അടിച്ചാൽ മതി. കാരണം വലിയൊരു ഡിസൈനുമാണ്, അപ്പോൾ അത് ഓൾമോസ്റ്റ് എല്ലായിടത്തും കൊണ്ട് കവർ ചെയ്യുമ്പം അത്രയും മതിയല്ലോ. അപ്പോൾ അങ്ങനെ അടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത പോലെ ഫെവിക്കോളും വെള്ളം കൂടെ 2:1 എന്നുള്ള രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ ഈ ഒരു പിക്ചർ വേണ്ടത് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ഉപയോഗിച്ചിട്ട് തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ഈ പോളിസ്റ്ററിൻ്റെ മെറ്റീരിയൽ ആകുമ്പോൾ ഒട്ടിക്കുമ്പോൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. കാരണം പെട്ടെന്ന് ചുളിവ് വരാനുള്ള ഒരു ഇതുണ്ട്. ഭയങ്കര നൈസായിട്ടുള്ള ഒരു തുണിയല്ലേ. കോട്ടൺ ഒട്ടിക്കുമ്പോൾ കുറച്ചുകൂടി ഒന്നൊരു ഈസിയാണ്. അപ്പോൾ ചുളിവൊക്കെ വരാതെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു ഫെവിക്കോളിൻ്റെ വെള്ളത്തിൻ്റെ ആ ഒരു മിക്സ്ചർ ഫുള്ളായിട്ട് നമ്മൾ ആ ഒട്ടിച്ചിട്ടുള്ള ആ ഒരു മെറ്റീരിയലിൻ്റെ മേലെ ഫുള്ളായിട്ടൊന്ന് ഒരു കോട്ടൊന്ന് അടിക്കുക.
ഒരു കോട്ട് അടിച്ചിട്ട് ഒന്ന് ഉണങ്ങിയതിൻ്റെ ശേഷം നമ്മൾ ഒരു കോട്ടും കൂടി ഒന്ന് അടിക്കുക. അപ്പം നല്ലൊരു ലാമിനേഷൻ ചെയ്ത പോലെ നല്ലൊരു ഗ്ലൈസിങ് ഒക്കെ കിട്ടും. ഇനി ഞാൻ ഈ ബോട്ടിലിൻ്റെ ആ ഒരു ബാക്ക് സൈഡും കൂടെ ഒന്ന് പിക്ചർ ഒട്ടിക്കാൻ പോവാണ്. ഞാൻ അവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫെവിക്കോൾ തേച്ചിട്ട് പിക്ചർ ഒന്ന് ഒട്ടിക്കുകയാണ്. ചുളിവുകൾ വരാതെ നല്ല വൃത്തിയായിട്ട് ഒട്ടിച്ചെടുക്കണം. വലിയ പിക്ചർ ആയതുകൊണ്ട് പെട്ടെന്ന് ഒന്ന് ഒട്ടിച്ചെടുക്കാൻ പറ്റും. ചെറിയ ചെറിയ പിക്ചർ ആകുമ്പോൾ നമുക്ക് ആ ഒട്ടിച്ചെടുക്കുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് ഡെക്കോപ്പേജ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അല്ലാതെ ഡെക്കോപ്പേജ് ടിഷ്യൂ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ചുളിവ് വരും. അതുപോലെ പെട്ടെന്ന് ഈ ഗ്ലൂ ഒക്കെ തട്ടുന്ന സമയത്ത് പെട്ടെന്ന് കീറി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഈ മെറ്റീരിയൽ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. അതുപോലെ യാതൊരു ചിലവും ഇല്ല. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള 2 മെറ്റീരിയലും ഒഴിവാക്കിയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് യൂസ് ചെയ്തത്. നിങ്ങളതുപോലെ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പം അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ബോട്ടിലിൽ ഒന്ന് കളർ കൊടുക്കുന്നത് കുറച്ചുകൂടി ഒന്ന് നന്നായിരിക്കും. ഞാൻ ഇതുപോലെ ഈ ഒരു വൈറ്റ് ബോട്ടിലിൽ ചെയ്ത സമയത്ത് വൈറ്റ് കളർ തന്നെയായിരുന്നു ബേസ് കോട്ട് അടിച്ചതെന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ആ മെറ്റീരിയലൊക്കെ ഞാൻ പറഞ്ഞല്ലോ കുറച്ചൊന്ന് ഫെയ്ഡ് ആയതാണെന്ന്, അത് പെട്ടെന്ന് എടുത്ത് കാണിക്കുമായിരുന്നു. അത് മനസ്സിലാവാതെക്കാനാണ് ഞാൻ ആ ഒരു പിങ്ക് വെച്ചിട്ട് ഇങ്ങനെ സ്പോഞ്ച് കൊണ്ടൊന്ന് ഒരു എഫക്റ്റ് കൊടുത്തത്. അതുപോലെ നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു മെറ്റീരിയലായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ബോട്ടിൽ ഇങ്ങനെ ഒരു എഫക്റ്റ് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഡെക്കോപ്പേജ് ആർട്ട് ചെയ്യുന്ന ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് പിക്ചേഴ്സൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ ഒന്ന് സെൻഡ് ചെയ്യണം കേട്ടോ. ഞാൻ അടുത്ത വീഡിയോയിൽ അതൊക്കെ ഒന്ന് കാണിക്കുന്നതായിരിക്കും. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.